ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. യന്ത്രധാരണങ്ങൾ പലരും പൂജയെല്ലാം കഴിഞ്ഞ് പരിഹാരം ചെയ്യും. എൻ്റെ അടുത്ത് ഒരുപാട് യന്ത്രങ്ങളുണ്ട്. പക്ഷെ എന്തിനാണ് യന്ത്രങ്ങൾ? യന്ത്രം ധരിക്കുന്നത് കൊണ്ടുള്ള ആവശ്യം എന്ത്? യന്ത്രത്തിന്റെ പ്രത്യേകത എന്ത്? ഒരു വിധിപൂർവം യഥാവിധി നമ്മളൊരു യന്ത്രം ഉണ്ടാക്കി ധരിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്താണ്? ഇതാണ് നമ്മൾ അറിയേണ്ടത്. വെറുതെ കുറെ യന്ത്രം ചവറ് പോലെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് വാങ്ങി ധരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ബിസിനസ് ആണല്ല, അതുപോലെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു യന്ത്രം ഗ്രഹദോഷങ്ങൾ, ദോഷപരിഹാരങ്ങള്, ഇവയ്ക്ക് കാര്യസാധ്യത്തിനും വിവിധ രോഗനിവാരണത്തിനും വിവിധ ദുർഘടസന്ധികൾ, പ്രതിസന്ധികൾ തരണം ചെയ്യാനും ശത്രു സംഹാരത്തിനും വിവിധ ആവശ്യങ്ങൾക്കുമായിട്ട് നാം യന്ത്രങ്ങൾ ധരിക്കാറുണ്ട്. കാരണം പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ, പരിഹാര പൂജകളും വിധി പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഒരു യന്ത്രത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ യഥാവിധി അത് തയ്യാറാക്കി ചൈതന്യവൽക്കരിച്ച് നമ്മൾ ഗ്രഹങ്ങളിൽ സ്ഥാപിക്കുകയോ നമ്മൾ ധരിക്കുകയോ ചെയ്താൽ ആ ചൈതന്യവൽക്കരിച്ച യന്ത്രത്തിന്റെ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട്, ആ മന്ത്രത്തിന്റെ പവർ കൊണ്ട് നമ്മൾക്ക് എന്താണ്, ഗ്രഹദോഷങ്ങളും ദോഷപരിഹാരങ്ങൾക്കും ഒരു പ്രതിവിധിയാകും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, യന്ത്രങ്ങളൊക്കെ എല്ലായ്പ്പോഴും യഥാവിധി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, യഥാവിധി പൂജിച്ച് എഴുതി ധരിച്ചിരിക്കുന്ന ഒരു യന്ത്രത്തിനെ പവറുള്ളൂ എന്ന്. ഗ്രഹങ്ങളിൽ സ്ഥാപിക്കുകയോ ശരീരത്തിലെ ഏലസുകളിലോ മറ്റു കാര്യങ്ങളിലോ നിറച്ച് കൂടുകളായിട്ടോ നമുക്ക് ധരിക്കാം. അടച്ച മാലകളിൽ കോർത്തിട്ടോ മറ്റ് പലവിധ പ്രശ്നങ്ങളാലും നമ്മൾ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു ശാന്തി, ഒരു സമാധാനം, നമ്മുടെ ആഗ്രഹ സബലീകരണം ഇതൊക്കെ കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രശ്നപരിഹാരങ്ങൾക്ക്, ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ യന്ത്രധാരണം കൊണ്ട് ഒരുപാട് ദോഷ ആധിക്യം കുറഞ്ഞു കിട്ടും. അപ്പോൾ യന്ത്രധാരണത്തിലെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്നു. സച്ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കാം. ആ സച്ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശത്രുദോഷം വരുന്നു, അല്ലെങ്കിൽ ശത്രുക്കളെ ഉപദ്രവിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. ശത്രുക്കളെ നേരിടാനോ ശത്രുക്കളെ അടിച്ചമർത്താനോ സാധിക്കുന്നില്ല. പല പരിഹാരങ്ങളും ചെയ്തിട്ടും, പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ശത്രു സംഹാരം ചെയ്തിട്ടും ഒന്നും യാതൊരു പരിഹാരവും കിട്ടുന്നില്ല. ഉടനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്നില്ല എന്ന് വന്നാൽ, വിധിയാവണ്ണം ശത്രു സംഹാരത്തിനുള്ള ശത്രുമന്ത്രങ്ങൾ എഴുതി, ശത്രു സംഹാര മന്ത്രങ്ങൾ എഴുതി ഒരു യന്ത്രം നമ്മൾ വിധിയാവണ്ണം എഴുതി ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുദോഷങ്ങൾ അകലും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതിൽ പറയപ്പെടുന്ന യന്ത്രത്തിന്റെ ഫലപ്രാപ്തി പൂർണ്ണമായിട്ടും ഫലസിദ്ധിയിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അത് തയ്യാറെടുത്ത് ചെയ്യണം. അപ്പൊ ഈ ധരിക്കുന്ന യന്ത്രത്തിന് ശക്തിയും ചൈതന്യവും പ്രാണനും ജീവനും കിട്ടാൻ വേണ്ടിയിട്ട് യഥാവിധിയായിരിക്കണം അത് എഴുതി ധരിക്കേണ്ടത്. ഉത്തമ ജ്യോത്സ്യനെ കൊണ്ടോ ഒരു പുരോഹിതനെ കൊണ്ടോ ഒരു സ്വാത്വികനായ ഒരു വ്യക്തിയെ കൊണ്ടോ എന്ത് ചെയ്യണം, വിധിപ്രകാരം എഴുതി തയ്യാറാക്കി ധരിക്കുകയും അതുവഴി കാര്യസാധ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഈ യന്ത്രധാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യന്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ അതിന് ബലപ്രാപ്തി കിട്ടണമെങ്കിൽ വളരെ സ്വാത്വികനായ ഒരു പുരോഹിതനെ കൊണ്ടോ വേണം, അല്ലെങ്കിൽ ജ്യോത്സ്യനെ കൊണ്ടോ ആയിരിക്കണം അത് ചെയ്യിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഗ്രഹദോഷ പരിഹാരങ്ങൾക്കൊക്കെ ഒരു ശമനവും വരുന്നതും 100% ഫലസിദ്ധി ലഭിക്കുന്നതുമാണ്.